ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രിന്റ് സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ വീഡിയോ മെയിനായിട്ട് എടുക്കുന്നത് തന്നെ യു എയിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ നാട്ടിലും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇധികം കാര്യങ്ങളൊന്നും അറിയില്ല, കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരില്ലേ, അവർക്കും എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു തലാബാത്തിന്റെ മന്ത്ലി ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തലാബാത്തിൽ നമുക്ക് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാ മാസവും എന്ത് ചെയ്യും, തലാബത്തിന്റെ കമ്പനി നമുക്ക് അയച്ചു തരും. അങ്ങനെ എനിക്ക് ജൂലൈ മന്തിന്റെ സ്റ്റേറ്റ്മെന്റ് കിട്ടി. അത് ഞാൻ ഇവിടെ എക്സലിൽ ഓപ്പൺ ചെയ്ത് വെച്ച് ബോസ് വന്നിട്ട് പറയുവാണ്, എടാ നീ എനിക്ക് ഇതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തുക. പ്രിന്റ് ഔട്ട് മീൻസ് പുള്ളിക്ക് വേണ്ട എന്താണ്, ഇതിന്റെ ഒരു PDF ആക്കിയിട്ട് പുള്ളിയുടെ മെയിലിലോട്ടൊന്ന് അയച്ചു കൊടുക്കണം, പുള്ളിക്കൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ വൈസ് ട്രാൻസാക്ഷൻസ്. അപ്പോ നീ എനിക്കൊന്ന് ഇതിനെന്ത് ചെയ്യാ, ഡോക്യുമെന്റ് ആക്കിയിട്ട് എനിക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഡോക്യുമെന്റ് ആക്കി മെയിൽ ചെയ്യാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഏത് ഏരിയ വരെയാണ് പുള്ളിക്ക് വേണ്ടത് അത് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തു. ഇതില്ലേ പേജ് ബ്രേക്ക് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നോർമൽ വ്യൂ. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പ്രിന്റ് എടുക്കേണ്ട ഏരിയ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിട്ട് പേജ് ബ്രേക്ക് പ്രിവ്യൂ കൊടുത്തപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് എന്റെ പ്രിവ്യൂ കിട്ടി. എന്താ, പ്രിന്റ് ഔട്ട് എടുക്കുവാണെങ്കിൽ എത്ര പേജിൽ പ്രിന്റ് ഔട്ട് വരും, ഓരോ പേജിലും ഏതുവരെയാണ് കണ്ടന്റ്സ് ഇൻക്ലൂഡ് ആകുന്നത് തുടങ്ങിയ കാര്യം. ഓക്കെ, അപ്പോൾ സംഭവങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. എനിക്ക് ഇതിനെ PDF കൺവേർട്ട് ആക്കണം. ഈ ഒരു എക്സലിലുള്ള ഈ ഒരു ഡോക്യുമെന്റിനെ എനിക്ക് PDF കൺവേർട്ട് ആക്കിയിട്ടാണ് അദ്ദേഹത്തിന് അയക്കേണ്ടത്. അപ്പോ എന്താ ചെയ്യുക, നമുക്ക് എല്ലാവർക്കും അറിയാം ഷോർട്ട് കട്ട് ഉണ്ട്, Ctrl+P. ഇത് ഞാൻ എല്ലാവർക്കും അറിയുന്നതാണ്, ഒന്നുകൂടെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. Ctrl+P ക്ലിക്ക് ചെയ്തപ്പോ ഇതേ രീതിയിൽ നമുക്ക് പ്രിവ്യൂ കിട്ടി. പുള്ളി എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കാണുന്ന യെല്ലോ ടൈറ്റിലില്ലേ, അത് നീ പ്രിന്റ് ഔട്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് എല്ലാ പേജിലും ടോപ്പിൽ ഇതിങ്ങനെ കാണണം. നീ ലാസ്റ്റ് അയച്ചപ്പോൾ അതെനിക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ടോപ്പിൽ ഈ പറയുന്ന ടൈറ്റില് റിപ്പീറ്റ് ചെയ്ത് വരണം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോ പ്രിന്റ് പ്രിവ്യൂ എടുക്കുമ്പോ നിലവില് ഇത് കണ്ടില്ലേ, പ്രിന്റിന്റെ ടോപ്പില് ആ പറയുന്ന യെല്ലോ കളറിലുള്ള ടൈറ്റിൽ കാണുന്നില്ല, ഒന്നിലും ഇല്ല, 3 പേജിലും ഇല്ല. ഫസ്റ്റ് പേജിലുണ്ട്, 2-ലും ഇല്ല, 3-ലും ഇല്ല. പക്ഷെ ഇതിങ്ങനെ അല്ല നമുക്ക് അയക്കാനും പറ്റില്ല. അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഫ്രഷേഴ്സിന് ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ടൂള് പുതിയൊരു അറിവായിരിക്കും. ഓക്കെ, കാര്യങ്ങൾ പഠിച്ചു വെക്കുക, ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. ആ സമയത്ത് എന്ത് ചെയ്യുക, എടുത്ത് ഉപയോഗപ്പെടുത്തുക. പേജ് ലേഔട്ടിൽ വരിക, നേരെ പ്രിന്റ് ടൈറ്റിൽസ് പോവുക. അതിന്റെ അകത്ത് ഇവിടെ റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരേണ്ട, അതായത് എല്ലാ പേജിലും കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരേണ്ട ആ ഒരു റോനെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രിന്റ് പ്രിവ്യൂ എടുത്ത് നോക്കുക. സെലക്ട് ആയ സംഭവങ്ങൾ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ ഇല്ലെന്ന് അറിയണമല്ലോ. പ്രിന്റ് പ്രിവ്യൂ എടുക്കുക. അപ്പൊ കണ്ടില്ലേ, ആ ഒരു ചേഞ്ച് കണ്ടില്ലേ, എല്ലാ പേജിന്റെയും ടോപ്പില് ഈ പറയുന്ന ടൈറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് നമുക്ക് സൊല്യൂഷൻ കിട്ടി. ഞാൻ ഓക്കെ കൊടുത്തു. പിന്നെ പുള്ളി പറയുവാണ്, എടാ നീ മെയിൽ അയക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ അയച്ചു പോകരുതേ, അതിന്റെ ടോപ്പിൽ എന്ത് ചെയ്യണം, നീ ടൈറ്റിൽ സെറ്റ് ചെയ്യണം, അല്ല മെയിൻ ഹെഡിങ് സെറ്റ് ചെയ്യണം. ഹെഡറിൽ എന്ത് ചെയ്യണം, ഹെഡിങ് സെറ്റ് ചെയ്തിട്ട് വേണം എനിക്ക് അയക്കാൻ എന്നും കൂടി പറയും. അപ്പൊ അങ്ങനത്തെ ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാല് എങ്ങനെ ചെയ്യാം, ഹെഡറും ഫോട്ടറും എങ്ങനെയൊക്കെയാണ് പ്രിന്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു PDF കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് എന്നത് ഞാനിപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. തൊട്ടിപ്പുറം തന്നെ, അതായത് പേജ് ലേഔട്ടില് പ്രിന്റ് ടൈറ്റിൽസിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ ഹെഡർ ഓർ ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ത് ചെയ്യുക, അതിലോട്ട് പോവുക. കസ്റ്റം ഹെഡർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്താണോ വരേണ്ടത്, തലാപത്തിന്റെ റിപ്പോർട്ടില്ലേ,
കലാഭാഗത്ത് സെയിൽസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ കൊടുത്തു. ഫൂട്ടറിൽ എന്താ വേണ്ടത്? പേജ് നമ്പറാണ്. പേജ് നമ്പർ നിങ്ങൾ ഇവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് പേജ് നമ്പർ എന്നത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇന്ന റിപ്പീറ്റ്, അത് സീരീസ് ആയിട്ട് അത് വന്നോളും. ഞാൻ ഇവിടെ മിഡിലിൽ പോയിട്ട് പേജ് നമ്പർ വരാൻ വേണ്ടിയിട്ട് ഇവിടെ പോയിട്ട് ഈ ഒരു ഓപ്ഷൻ രണ്ടാമത്തെ ഇൻസേർട്ട് പേജ് നമ്പർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. ഇനി ഞാൻ പ്രിവ്യൂ കൊടുക്കുക. കണ്ടില്ലേ? കലാപാത്ത് സെയിൽസ് റിപ്പോർട്ട് എന്ന് പറയുന്ന എന്തോന്നു ആ ഒരു ഹെഡറിൽ വന്നിട്ടുണ്ട്. താഴെ വന്ന ഫൂട്ടറിലൊന്നും നമ്പർ കറക്റ്റ് അല്ല, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ? പേജ് 1, പേജ് 2, പേജ് 3. ഞാൻ അവിടെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കറക്റ്റ് വന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യാത്തത്, താഴെ കറക്റ്റ് ആയിട്ട് പേജ് 1, പേജ് 2, പേജ് 3 എന്ന് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് വരാത്തത്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം, ഒരു പ്രിന്റ് എടുക്കുന്ന സമയത്ത് ഒരു PDF ഡോക്യുമെന്റിന്റെ ടോപ്പിൽ എങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈറ്റിൽ സെറ്റ് ചെയ്യാമെന്ന് നിങ്ങൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു. ഇതാണ് ഒരു മെയിൻ കാര്യം. രണ്ടാമത്തത്, ഇനി അദ്ദേഹം പറയുവാണ് എനിക്ക് ഹെഡർ വേണം, പക്ഷെ ഫസ്റ്റ് പേജിൽ മാത്രം ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹെഡർ ആണ് വേണ്ടത്. അത് ഇന്നത് പോലെയാണ് വരേണ്ടത്. ഇന്നത് നീ എന്ത് ചെയ്യണം, ഫസ്റ്റ് പേജിൽ മാത്രം സെറ്റ് ചെയ്യണം. 2ഉം 3ഉം പേജിൽ ഇപ്പൊ നിലവിലിരിക്കുന്നത് പോലത്തെ ഒരു ഹെഡർ മാത്രം മതി എന്നാണ് പുള്ളി നമുക്ക് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പൊ അതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആണ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഡിഫറെന്റ് ഫസ്റ്റ് പേജ് എന്ത് ചെയ്യുക, ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം കസ്റ്റം ഹെഡറിൽ പോവുക. ഫസ്റ്റ് പേജ് ഹെഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അതിന്റെ അകത്ത് കയറുക. കലാപാത്ത് സെയിൽസ് റിപ്പോർട്ട് ഫോർ ദ മന്ത് ഓഫ് ജൂലൈ 2025 എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇത് ഞാനല്ലേ ചെയ്തത്, എന്റെ പേരും കൂടി ലെഫ്റ്റ് സൈഡിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത് ഞാൻ അവിടെ കൊടുത്തു. ഓക്കെ കൊടുത്തു. പ്രിന്റ് പ്രിവ്യൂ എടുത്ത് നോക്കുക, എന്താ വരുന്നത് നോക്കാം. പുള്ളി പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് പേജിൽ പുള്ളി പറഞ്ഞ ഹെഡിങ് വന്നിട്ടുണ്ട്. 2ഉം 3ഉം പേജിൽ പുള്ളി പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുപോലെ കലാപാത്ത് സെയിൽസ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഹെഡർ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2ഉം 3ഉം പേജിൽ പേജ് 2, പേജ് 3 എന്ന് പറയുന്ന ആ ഒരു ഫോട്ടർ വന്നിട്ടുണ്ട്. പക്ഷെ ഫസ്റ്റ് പേജിൽ മാത്രം ഒന്നും വന്നിട്ടില്ല. അത് നമുക്ക് പേജ് 1 എന്ന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരാം. നേരെ പ്രിന്റ് ടൈറ്റിൽസിൽ പോവുക, കസ്റ്റം ഫോട്ടോ എടുക്കുക, ഫസ്റ്റ് പേജ് ഫോട്ടോ എടുക്കുക, പേജ് 1, പേജ് 1 കൊടുത്തു, പ്രിന്റ് പ്രിവ്യൂ കൊടുത്തു. ഇപ്പൊ കണ്ടില്ലേ, പേജ് 1, പേജ് 2, പേജ് 3 വന്നു. ഹെഡർ ഉണ്ട്, ഫസ്റ്റ് പേജിൽ ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ലെഫ്റ്റില് വേറൊരു ഹെഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്ന എല്ലാ പേജിലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ സെപ്പറേറ്റ് ഒരു ഹെഡിങ് ആണ് കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യുക, പ്രിന്റ് സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ട് ഈ 2 പുതിയ കാര്യങ്ങളാണ് നിങ്ങളെ എനിക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. എന്ത് ചെയ്യുക, ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചേക്കുക. ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഈ ഫിറ്റ് ഓൾ കോളം ഓൺ 1 പേജ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പം ഇവിടെ പ്രിന്റ് പ്രിവ്യൂ എടുത്തപ്പോ ഈ പറയുന്ന മൊത്തം ഡോക്യുമെന്റും 3 പേജിലായിട്ട് വരും എന്നല്ലേ കാണിച്ചത്. ഇത് നിങ്ങൾക്ക് ഒരൊറ്റ പേജിലോട്ട് അതിന്റെ സൈസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തുകൊണ്ട്, ഫോണ്ടിന്റെ സൈസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരൊറ്റ പേജിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫിറ്റ് ഓൾ റോസ് ഓൺ 1 പേജ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. പ്രിന്റ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റ് എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ചെറിയ ഫോണ്ടിൽ
ഒരൊറ്റ പേജിൽ ഫിറ്റ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ചെയ്യണം, അങ്ങനെ നമ്മൾ അത് ഉപയോഗപ്പെടുത്താറില്ല. പിന്നെ ഫിറ്റ് ഓൾ കോളം ഓൺ വൺ പേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്തിനു ഉപയോഗപ്പെടുത്തുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങളിപ്പം ഏരിയ സെലക്ട് ചെയ്തുകൊണ്ട് പ്രിന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡോക്യുമെന്റ് ഇല്ലേ, അത് കറക്റ്റ് ആയിട്ട് ഒരു പേജിൽ ഫിറ്റായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ലെങ്തും വിഡ്ത്തും ഒക്കെ കറക്റ്റ് ആയിട്ട് മാർജിനെ കറക്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് ഒരൊറ്റ പേജിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫിറ്റ് ഓൾ കോളം ഓൺ വൺ പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു അവസരത്തിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.